ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമീൻ സെൻട്രൽ കൌൺസിലിന്റെ മധ്യമേഖലാ സമ്മേളനം ജൂൺ 17 കോഴിക്കോട്ട്. കായിക രംഗത്ത് യോഗാസനയ്ക്ക് ലഭിച്ചു വരുന്ന ദേശീയ അന്തർദേശീയ അംഗീകാരം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് MK രാഘവൻ MP. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമൂഹവുമാണെന്ന് വിദ്യാബാലകൃഷ്ണൻ MLA. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ ജൂൺ 11 ഒരാൾക്ക് നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ചേർന്ന അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ ജൂൺ 14 ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെയും ICMRന്റെയും നിലവിലെ മാനദണ്ഡ പ്രകാരം കൃത്യമായ ചികിത്സയാണ് രോഗിക്ക് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മൊത്തം സ്റ്റോക്കില്ലാതിരുന്ന റെംഡിവർ മരുന്ന് അത് ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി രേണു മാഡം തന്നെ മുൻകൈ എടുത്തത്. ആ മരുന്ന് ബഹറിൽ നിന്ന് ഇന്നലെ ഡൽഹിയിലെത്തിച്ച് ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ഇന്നലെ കണ്ണൂരിൽ കൊണ്ടുവന്നു. ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ തന്നെ അതിൻ്റെ ആദ്യ ഡോസ് നമ്മുടെ രോഗിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നിലവിൽ പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ ലക്ഷണം ഉണ്ടായിരുന്ന 11 പേരെ പരിശോധിച്ചു. ഇന്ന് അതിന്റെ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ രേണു രാജ്, ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി V, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ KV വിശ്വനാഥൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ, സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ എന്നിവരും മറ്റ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമീൻ സെൻട്രൽ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ത്രൈമാസ ആദർശ ക്യാമ്പയിന്റെ ഭാഗമായുള്ള മധ്യമേഖലാ സമ്മേളനം ജൂൺ 17 കോഴിക്കോട്ട് നടത്തും. കണ്ടംകുളം ജൂബിലി ഹാളിൽ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലേലി പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും. വിദേശകക്ഷികൾ വളരെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി അടിത്തട്ടിലേക്ക് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ക്യാപ്സ്യൂളുകളായിക്കൊണ്ട് അടിത്തട്ടിലേക്ക് സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ കവല പ്രസംഗങ്ങളിലൂടെയൊക്കെ തെറ്റിദ്ധാരണ പകർത്തും വിധം പരിശുദ്ധമായ ഇസ്ലാമിനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ചിത്രീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ അവസരത്തിൽ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ വിഭാഗത്തെ പ്രതികരിക്കുന്ന ആളുകളാണ് മദ്രസ പ്രസ്ഥാനം എന്നത്. ആ മദ്രസയിലെ അധ്യാപകരിലൂടെ കുടുംബങ്ങളിലേക്ക് വരെ പരിശുദ്ധമായ ദീനിന്റെ, ഇസ്ലാമിന്റെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇതിലൂടെ ജമിയത്തുൽ ഉലമീൻ ഏറ്റെടുത്ത് നടത്തുന്നത്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, നീലഗിരി, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകൾ ഉൾപ്പെട്ട മധ്യമേഖലാ സമ്മേളനമാണ് 17 കോഴിക്കോട്ട് നടക്കുന്നത്.
ദക്ഷിണ കന്നഡ, കൊടക്, ബാംഗ്ലൂർ, മൈസൂർ, ചിക്ക്മംഗ്ലൂർ, കാസർഗോഡ് ജില്ലകൾ ഉൾപ്പെട്ട ഉത്തരമേഖലാ സമ്മേളനം ഓഗസ്റ്റ് 21 മംഗലാപുരത്ത് വെച്ചും എറണാകുളം മുതൽ കന്യാകുമാരി വരെയുള്ള ജില്ലകൾ ഉൾപ്പെട്ട ദക്ഷിണ മേഖലാ സമ്മേളനം അടുത്ത മാസം ദക്ഷിണ കേരളത്തിൽ വെച്ചും സംഘടിപ്പിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. അടുത്ത വർഷം നടക്കുന്ന 70ാം വാർഷിക മഹാസമ്മേളനോദ്ഘാടനത്തിന്റെ പ്രചരണം കൂടി ലക്ഷ്യമിട്ടാണ് ഉത്തര, ദക്ഷിണ, മധ്യമേഖലാ സമ്മേളനങ്ങൾ നടത്താൻ നിശ്ചയിച്ചതെന്നും സമസ്ത കേരള ജമിയത്തുൽ മുല്ലമീൻ സെൻട്രൽ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ആദർശ ക്യാമ്പയിൻ സമിതി കൺവീനർ സയ്യിദ് നിയാസലി ശിഹാബ് തങ്ങൾ, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ മോയിൻകുട്ടി മാസ്റ്റർ, സ്വാഗത സംഘം ട്രഷറർ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കായിക രംഗത്ത് യോഗാസനയ്ക്ക് ലഭിച്ചുവരുന്ന ദേശീയ, അന്തർദേശീയ അംഗീകാരം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് MK രാഘവൻ MP. 7ാമത് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. കോഴിക്കോടിന്റെ കായിക ചരിത്രത്തിൽ യോഗാസന കായിക രംഗത്തിന് കൂടുതൽ കരുത്തേകിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 7ാമത് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമതയും മാനസിക ഏകാഗ്രതയും അച്ചടക്കവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നുമായി 100 കണക്കിന് യോഗാസന താരങ്ങൾ പങ്കെടുക്കും. ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. യുവതലമുറയുടെ ആരോഗ്യകരമായ ജീവിതശൈലിക്ക് യോഗാസനം സുപ്രധാനമാണെന്ന് MP പറഞ്ഞു. ഇന്ത്യയുടെ പൈതൃകമായ യോഗാസനം ഇന്ന് മത്സര ഇനമായി ലോകവേദിയിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണെന്നും MP ചൂണ്ടിക്കാട്ടി. അപ്പോൾ നമ്മൾ സ്വയം കരുതിയില്ലെങ്കിൽ നമുക്ക് വരുന്നത് നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നവരെ പരസഹായം കൂടാതെ, പരാശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനും ജീവിക്കാനും കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിൽ പരമപ്രധാനം ആരോഗ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് വിദ്യാലയങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കേന്ദ്രം. KDYSA പ്രസിഡന്റ് V മനോഹരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി V സജീവ്, വൈസ് പ്രസിഡന്റ് V ജയരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. YSAK സംസ്ഥാന സെക്രട്ടറി ജ്യോതിഷ് ചാമ്പ്യൻഷിപ്പ് വിശദീകരിച്ചു. സ്വാമി ജിതാത്മാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. യോഗാചാര്യന്മാരായ ഉണ്ണിരാമൻ, സജി എന്നിവരും സന്നിഹിതരായി. വാർഡ് കൗൺസിലർ T റനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമൂഹവും ചേർന്നാണെന്ന് വിദ്യാ ബാലകൃഷ്ണൻ MLA. ലഹരി വിരുദ്ധ സമ്മേളനത്തോടെ നടത്തിയ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. തലക്കുളത്തൂർ നേർവഴി പുറക്കാട്ടിരിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സമ്മേളനവും ശ്രദ്ധേയമായി. തലക്കുളത്തൂർ കാരന്നൂർ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വിദ്യാ ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമൂഹവും ചേർന്നാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ചീരോത്ത് അധ്യക്ഷയായിരുന്നു. വിജിലൻസ് DYSP KK ബിജു മുഖ്യപ്രഭാഷണം നടത്തി.
യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും അകറ്റി നിർത്താൻ ജാഗ്രതയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് C, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപൻ U, പ്രബി പുനത്തിൽ, സൂര്യ ജോഷിത്ത് എന്നിവർ അനുമോദിച്ചു. CHC തലക്കുളത്തൂർ ഹെൽത്ത് സൂപ്പർവൈസർ സജിത്ത് ബാബു, CMM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാത്തിമ ഹന്ന ഹഗർ, പുറക്കാട്ടിരി ആയുർവേദ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തുഷാര സുരേഷ് കുമാർ, നേർവഴി പുറക്കാട്ടിരി പ്രസിഡന്റ് അക്മർ EK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരള കമ്പനി സെക്രട്ടറി PMA സമീറിനെ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്റർ ആദരിച്ചു. ICSA കോഴിക്കോട് ചാപ്റ്ററിന്റെ സിൽവർ ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ചാപ്റ്ററിന്റെ സിൽവർ ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഈ മേഖലയിൽ നിന്നും ആദ്യമായി നിയമസഭാംഗമായ PMA സമീറിനെ ആദരിച്ചു. Many of my dreams and aspirations in life become possible because of the company secretary qualification, this profession, and the opportunities is open for me. From my young age, I had a strong interest in public service. ചാപ്റ്റർ ചെയർമാൻ CS KV സവീഷ് CSWA അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി CS അബ്ദുറഹിമാൻ ഇർഷാദ്, കമ്പനി സെക്രട്ടറിമാരായ KP സതീശൻ, AM ആഷിഖ്, ഉത്തം കുമാർ, MA മെഹബൂബ്, ഗൗതം മല്ലയ്യ, KV അരുൺ, ആഹ്ലാദ റാവു, ചാരുമതി, പൂനം ശർമ്മ തുടങ്ങിയവരും സംബന്ധിച്ചു. കമ്പനി സെക്രട്ടറീസ് വിദ്യാർത്ഥികളുമായി MLA സംവാദവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തലമുറയുടെ ചിത്രങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്ന് K ജയന്ത് MLA. കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ പാരിസ്ഥിതിക ചിത്ര പ്രദർശന വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പ്രകൃതി സുന്ദര ദൃശ്യങ്ങളും പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ വരും തലമുറയുടെ ആദിയും ജലചായത്തിലും പെൻസിൽ ഡ്രോയിങ്ങിലുമായി വിദ്യാർത്ഥികൾ വരച്ചുകാട്ടിയ ചിത്രങ്ങൾ വലിയ സന്ദേശമാണ് പകരുന്നത്. 5 ദിവസങ്ങളിലായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പാരിസ്ഥിതിക ചിത്ര പ്രദർശനം ഒരുക്കിയത്. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റും കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല പാരിസ്ഥിതികം പ്രകൃതി ചിത്രരചനാ മത്സരത്തിലെ സമ്മാനാർഹമായതും തിരഞ്ഞെടുത്തതുമായ 62 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. ചിത്രരചനാ മത്സരത്തിലെ സമ്മാനാർഹർക്കുള്ള ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനവും K ജയന്ത് MLA നിർവഹിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തലമുറയുടെ ചിത്രങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്ന് K ജയന്ത് MLA പറഞ്ഞു. നോ എന്ന് പറയേണ്ടിടത്ത് ശക്തിയിൽ നോ പറയാൻ അറിയുന്ന, ഓരോ കാര്യത്തിനുള്ള അതിർവരമ്പുകൾ എവിടെയെന്നറിയുന്ന കുറെ കൂടി സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള ഒരു തലമുറയാണ്. അപ്പൊ ആ തലമുറയുടെ ചിന്തകള് വരകളായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ തകർത്തെറിഞ്ഞ പ്രകൃതിയെ ഇവരിലൂടെ വീണ്ടെടുക്കാൻ സാധിക്കും. ജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ദർശനം പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. ആർട്ടിസ്റ്റ് റോയ് കാരാത്ര, ഗുരുകുലം ബാബു, ചിത്രകാരികളായ സൽമി സത്യാർത്ഥി, ഹംദ ഫാത്തിമ, ദർശനം പരിസ്ഥിതി വേദി കൺവീനർ P രമേഷ് ബാബു, പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ, വൈസ് പ്രസിഡന്റ് PT സന്തോഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഗോള ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് കുന്നമംഗലം മണ്ഡലത്തിലെ കായിക പ്രേമികൾക്കായി MA റസാഖ് മാസ്റ്റർ MLA ഒരുക്കുന്ന മാസ്റ്റർ ഗോൾഫ് ഫാൻ പാർക്കിന്റെ ഉദ്ഘാടനം പെരുവായലിൽ നടന്നു. ഉദ്ഘാടനം MLA നിർവഹിച്ചു. കുന്നമംഗലത്തിന്റെ കായിക സാംസ്കാരിക പുരോഗതി ലക്ഷ്യമിട്ട് MLA നടപ്പിലാക്കുന്ന സമഗ്ര വികസന പദ്ധതിയായ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് വിപുലമായ ഫാൻ പാർക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫാൻസ് പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫാൻസ് മാർച്ചും അരങ്ങേറി. ലോകകപ്പ് മത്സരങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കാത്ത ഗ്രാമീണ മേഖലയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് സ്റ്റേഡിയം പ്രതീതി ഉണർത്തുന്ന അന്തരീക്ഷത്തിൽ കളി ആസ്വദിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
അത്യാധുനിക LED ബിഗ് സ്ക്രീനിൽ മത്സരങ്ങളുടെ തത്സമയ സംപ്രേക്ഷണമാണ് ഫാൻ പാർക്കിന്റെ പ്രധാന ആകർഷണം. വരും ദിവസങ്ങളിലും കായിക പ്രേമികൾക്ക് സൗജന്യമായി ഇവിടെ വന്ന് മത്സരങ്ങൾ ആസ്വദിക്കാം. പെരുവയൽ ടർഫിന് നിർവശം സജ്ജമാക്കിയ മാസ്റ്റർ ഗോൾഡ് ഫാൻ പാർക്കിന്റെ ഉദ്ഘാടനം MA റസാഖ് മാസ്റ്റർ MLA നിർവഹിച്ചു. മത്സര സംപ്രേഷണത്തിന് പുറമെ കായിക പ്രേമികളുടെ ആവേശമിരട്ടിയാക്കാൻ വൈവിധ്യമാർന്ന അനുബന്ധ പരിപാടികളും ഫാൻ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ആരാധകരുടെ ഒത്തുചേരൽ വിളിച്ചോതുന്ന ഫാൻ മാർച്ച്, ആവേശകരമായ ഷൂട്ടൌട്ട് മത്സരങ്ങൾ, വിവിധ ടീമുകളുടെ ആരാധകർ തമ്മിലുള്ള ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കുന്ന ഫാൻസ് ഡിബേറ്റ്, ഫുട്ബോൾ അറിവുകൾ പങ്കുവയ്ക്കാനും സമ്മാനങ്ങൾ നേടാനുമുള്ള ലൈവ് ഫുട്ബോൾ ക്വിസ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. പ്രശസ്ത ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം PN നൌഫൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RV ജാഫർ അധ്യക്ഷനായിരുന്നു. രവികുമാർ പാലോളി, അനീഷ് പാലാട്ട്, M ബാബുമോൻ, PT അസീസ്, AP അബ്ദുസമ്മദ് എന്നിവർ പങ്കെടുത്തു. ഫാൻസ് ഡിബേറ്റിന് ജാഫർ സാദിഖ് നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി, ഉനൈസ് പെരുവയൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. CSCO കോഴിക്കോടിന്റെ അടയാളമായി മാറിയെന്ന് VK ഫൈസൽ ബാബു MLA. CSCO അഭയം പദ്ധതിയിൽ ഒരുക്കുന്ന 27ാമത്തെ വീടിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു MLA. കല്ലായി MS ബാബുരാജ് റോഡിൽ നിർധന തൊഴിലാളിക്കാണ് CSCOയുടെ കൈത്താങ്ങാകുന്നത്. അഭയം പദ്ധതിയിൽ 27ാമത് വീടിന് VK ഫൈസൽ ബാബു MLA തറക്കല്ലിട്ടു. CSCO കോഴിക്കോടിന്റെ അടയാളമായി മാറിയെന്ന് MLA പറഞ്ഞു. CSCO വളരെ എന്താ പറയുക, സാധാരണ ഒരു ബോർഡ് വെച്ചൊരു ക്ലബ്ബ് ഒരു പരിസ്ഥിതി ദിനത്തിൽ ചെടി നട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു സംഘടന ഒന്നും അല്ല. ഇത് വളരെ ആഴത്തിൽ ഇവർ ഇടപെടുന്നു. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി തന്നെ അതിന് തെളിവല്ലേ. എന്താ ഇപ്പോൾ ഒരു വീടുണ്ടാക്കുക എന്നുള്ള ഒരു സാഹസം എന്താ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ പരിപാടിയാണിത്. ഞാൻ ഒരുപാട് ബൈത്തുർ റഹ്മ പദ്ധതിയിലൊക്കെ സഹകരിച്ച ഒരാളായതുകൊണ്ട് നമുക്കറിയാം അത് ആ ചാവി കൊടുക്കുന്നത് വരെയുള്ള സാഹസം ഭയങ്കരമാണ്. അപ്പോൾ അതൊക്കെ ഒരു വണ്ടറാണ്. CSCO ഈ കോഴിക്കോടിൻ്റെ പിന്നെ എന്താ പറയുക, നമ്മളിപ്പം ബീച്ച്, മാനാഞ്ചിറ, അതേപോലെ മിഷ്കാൽ പള്ളി, അങ്ങനെ കുറെ ഐക്കണിക് സംഭവങ്ങളുണ്ട് കോഴിക്കോട്. CSCO പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, കൗൺസിലർമാരായ P സക്കീർ, ബൈജു കാളക്കണ്ടി, മുൻ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് AB അൻവർ, K നിർമ്മല, K നൌഷാദ് അലി, SM സാലിഹ്, CPM സയ്യിദ് അഹമ്മദ്, PVC യൂനിസ്, PP അബ്ദുള്ള കോയ, ആദം കാതിരിയകം, PK മൊയ്തീൻ കോയ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ നേതൃത്വത്തിൽ യോഗയാവട്ടെ ലഹരി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ജൂൺ 21 രാവിലെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയൊരു അവസ്ഥയാണ് ഈ മയക്കുമരുന്നിന്റെ പിറകിൽ, അതായത് മയക്കുമരുന്നിന്റെ വളരെ രൂക്ഷമായ രീതിയിൽ അതിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓപ്പറേഷൻ തുഫാനും അതുപോലെ എന്ത് തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും യുവതലമുറയിൽ ഇതിനോടുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അത് പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് തന്നെ ആവാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന്
മാറ്റിയെടുക്കുക എന്നതാണ് ഒരു പരമപ്രധാനമായ. രാസലഹരി പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യോഗ ദിനചര്യയാക്കുന്നതിലൂടെ സമൂഹത്തിലെ എല്ലാവർക്കും മികച്ച ജീവിത നിലവാരം കെട്ടിപ്പടുക്കാനാകുമെന്നും സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാകാനും യോഗ സഹായിക്കുമെന്നും ഫ്രണ്ട്സ് ഓഫ് യോഗ സാരഥികൾ പറഞ്ഞു. ജൂൺ 21 ഞായറാഴ്ച കാലത്ത് 7 മണിക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടത്തുന്ന യോഗയാവട്ടെ ലഹരി എന്ന ക്യാമ്പയിനിൽ ജനപ്രതിനിധികൾ, സാംസ്കാരിക, രാഷ്ട്രീയ, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. ഫ്രണ്ട്സ് ഓഫ് യോഗ പ്രവർത്തകരും വിദ്യാർത്ഥികളും യോഗാസനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ രാജൻ തേങ്ങാപ്പറമ്പത്ത്, ടി ഉമ്മർ, രമേശ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E-യുടെ കൃത്രിമ കാൽ വിതരണം ചേവായൂരിൽ നടന്നു. മെഗാ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് കൃത്രിമ കാലുകൾ വിതരണം ചെയ്തത്. ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രവി ഗുപ്ത ഉദ്ഘാടനം നിർവഹിച്ചു. 100ഓളം ഗുണഭോക്താക്കൾക്കാണ് കൃത്രിമ കാൽ വിതരണം ചെയ്യുന്നത്. മാർച്ച് മാസത്തിൽ തുടങ്ങിയ ക്യാമ്പിൽ ഗുണഭോക്താക്കളുടെ അളവെടുത്തുകൊണ്ട് അനുയോജ്യമായ രീതിയിൽ കൃത്രിമ കാൽ നിർമ്മിച്ചു നൽകുകയായിരുന്നു. കൃത്രിമ കാൽ വിതരണ ചടങ്ങിൽ ഷിബു VC അധ്യക്ഷനായിരുന്നു. ചേവായൂർ CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി, അക്ഷയ് പ്രോഗ്രാം ഡയറക്ടർ നിസാം പള്ളിയാൽ, സൂരജ്, വത്സല ഗോപിനാഥ്, ഐബ് തോമസ്, ചന്ദ്രൻ തിക്കോടി, TG ബാലൻ, റീജ ഗുപ്ത എന്നിവർ സംസാരിച്ചു. നന്ദി പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഒരുപാട് പേരുണ്ട്. എന്നാൽ ചിലരൊക്കെ പേര് പറയാതെ കാരണം നമുക്കിതിനെ സാമ്പത്തികമായി സഹായിച്ച 318 എല്ലാ സുബൈർ കൊളക്കാടൻ, അജിത്ത് നല്ലേടത്ത്, ബോബിഷ് കുന്നത്ത്, ഡോക്ടർ മനോജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. സമസ്ത കേരള ജമിയത്തുൽ മുലമീൻ സെൻട്രൽ കൗൺസിലിന്റെ മധ്യമേഖലാ സമ്മേളനം ജൂൺ 17 കോഴിക്കോട്ട്. കായിക രംഗത്ത് യോഗാസനയ്ക്ക് ലഭിച്ചു വരുന്ന ദേശീയ അന്തർദേശീയ അംഗീകാരം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് MK രാഘവൻ MP. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമൂഹവുമാണെന്ന് വിദ്യാബാലകൃഷ്ണൻ MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.